നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം സർ, KJ ഷൈൻ ടീച്ചറിനെ ലൈംഗിക ആരോപണവുമായിട്ട് ബന്ധപ്പെട്ട് ഓൺലൈനിലൂടെ KM ഷാജഹാൻ അത് പ്രചരിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഇന്നലെ കസ്റ്റഡിയിലെടുത്തതിന് ചോദ്യമൊക്കെ ചെയ്തിരുന്നു. വീണ്ടും ഇന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. കാരണം പുള്ളി പോയി വീണ്ടും വീഡിയോ ഒക്കെ ചെയ്തതിൻ്റെ പേരിലായിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും KM ഷാജഹാൻ്റെ നേരെ ഇത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു, വിടുന്നു, പിന്നീടും ചോദ്യം ചെയ്യാൻ വിടുന്നു. ഇത് എന്താണ് ശരി? അപ്പം KJ ഷൈൻ ടീച്ചർ മാത്രം അല്ലെ ഒരു സ്ത്രീപക്ഷ നിലയിൽ CPM നിൽക്കുമ്പോൾ മറ്റുള്ള സ്ത്രീകൾക്കൊന്നും നീതി വേണ്ട എന്നുള്ളതാണോ? അല്ല, ഇതൊരു അപവാദ കഥ പ്രചരണമാണ്. ഏതൊക്കെയോ കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ച ഒരു അപവാദ കഥ. പിന്നീട് അതിൻ്റെ ക്രൂരത എത്രയും KM ഷാജഹാനുമേൽ ചാർത്തപ്പെട്ടു. KM ഷാജഹാൻ സൃഷ്ടിച്ചെടുത്തൊരു കഥയായി പിന്നീടത് വ്യാഖ്യാനിച്ചു. ഷാജഹാനെതിരെ പരാതി. ഇതിന് പിന്നിൽ വലിയൊരു ആസൂത്രിത ഗൂഢാലോചനയുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ CPMൻ്റെ ഒരു വനിതാ നേതാവിനെതിരെ ഉയർത്തിവിട്ട ഒരു അപവാദ കഥ, അങ്ങനെ മാത്രമേ നമുക്കതിനെ പറയേണ്ടതുള്ളൂ. ഒരു അപവാദ കഥ. ആ അപവാദ കഥ ആരെക്കുറിച്ചാണ് എന്ന് വ്യക്തമായിരുന്നില്ല KM ഷാജഹാൻ തൻ്റെ വീഡിയോയിലൂടെ ആ കഥ അവതരിപ്പിക്കുമ്പോൾ. ഒരുപക്ഷെ അദ്ദേഹത്തിന് പോലും വ്യക്തമായിരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പിന്നീട് അദ്ദേഹം തന്നെ ആ വീഡിയോയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോയിൽ ഒരിടത്തും ആരുടെയും പേര് പരാമർശിച്ചില്ല. എനിക്കെതിരെ ചിലർ പരാതിപ്പെടുമ്പോൾ എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് KM ഷാജഹാൻ പറഞ്ഞത്. പക്ഷേ ഷാജഹാനെതിരെ ഷാജഹാൻ ഇപ്പോൾ പോലീസ് അറസ്റ്റിലായിരിക്കുന്നു. അതിൻ്റെ വസ്തുതകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഒന്ന്, തുടക്കം ഒരു പരാതി. CPMൻ്റെ വനിതാ നേതാവ് നൽകിയ ഒരു പരാതി, CPMൻ്റെ വൈപ്പിൻ MLA നൽകിയ ഒരു പരാതി. രണ്ട് പരാതി KM ഷാജഹാനും ഗോപാലകൃഷ്ണനുമെതിരെയായിരുന്നു. KM ഷാജഹാൻ ഇതിൽ രണ്ടാം പ്രതിയാണ്, ഗോപാലകൃഷ്ണനാണ് ഒന്നാം പ്രതി. ഗോപാലകൃഷ്ണൻ ഒരു കോൺഗ്രസ് പ്രാദേശിക നേതാവാണ്. രണ്ടാം പ്രതിയായ KM ഷാജഹാനുമേൽ ആരോപിക്കപ്പെട്ട കുറ്റം ഒരു CPM വനിതാ നേതാവിനെ ചേർത്ത് വെച്ച് ഒരു MLAയുമായി ബന്ധപ്പെടുത്തി ഒരു അപവാദ കഥ പ്രചരിപ്പിച്ചുവെന്നാണ്. പണ്ട് മുതലേ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം പല കഥകളും പ്രചരിക്കാറുണ്ട്. ആദ്യമായാണ് കേരള പോലീസ് അതിശക്തമായ നിലയിൽ ഒരു കേസ് ഏറ്റെടുക്കുന്നത്, മണിക്കൂറുകൾക്കുള്ളിൽ ഒരു പ്രതിയെ ചോദ്യം ചെയ്യുന്നത്, ഏറ്റവും ഒടുവിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ പ്രതിയാക്കപ്പെട്ട ഷാജഹാൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ കേട്ടു. പ്രതിയാക്കപ്പെടുന്നതിന് മുൻപാണ് ഷാജഹാൻ ചെയ്ത വീഡിയോ, രണ്ടാമത്തെ വീഡിയോ. ഇനി നമുക്കതിൻ്റെ സീക്വൻസിലേക്കൊന്ന് കിടക്കാം. ആദ്യത്തെ വീഡിയോ സംപ്രേഷണം ചെയ്യുന്നു, KM ഷാജഹാനെതിരെ പരാതി നൽകുന്നു. ആദ്യം രണ്ട് വീഡിയോയാണ്. ഒന്ന്, ഈ CPM വനിതാ നേതാവും MLAയുമായി ബന്ധപ്പെടുത്തിയ ഒരു കഥ. രണ്ടാമത്തെ വീഡിയോയിലും അദ്ദേഹം പേര് പരാമർശിക്കുന്നില്ല. മറ്റു ചില CPMൻ്റെ ജീർണതകളെക്കുറിച്ചുള്ള വീഡിയോ. ഈ രണ്ട് വീഡിയോകൾ പുറത്തു വന്നു. ഷാജഹാനെതിരെ പോലീസ് കേസെടുക്കുന്നു. അപ്പോഴും തൻ്റെ ഇടത്തോടെ നിൽക്കുന്ന ഒരു KM ഷാജഹാനെയാണ് കേരളം കാണുന്നത്. അദ്ദേഹത്തോട് സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ, എനിക്ക് തോന്നുന്നു ഭാര്യ ഉൾപ്പെടെയുള്ളവർ ഒരു അഭിഭാഷകനെ കാണാനും മുൻകൂർ ജാമ്യം എടുക്കാനും ഉപദേശിച്ചു. അദ്ദേഹം അതിനെ വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, വളരെ തൻ്റെ ഇടത്തോടെ പോലീസ് എന്നെ ചോദ്യം ചെയ്യട്ടെ, അറസ്റ്റ് ചെയ്യട്ടെ, ഇതൊരു കള്ളക്കേസാണ്, ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, വളരെ ഉറച്ച ബോധ്യത്തിൽ അദ്ദേഹം നിൽക്കുന്നു. തുടർന്ന് നമ്മൾ കണ്ടു, ക്രിമിനലുകളുടെയൊക്കെ വീട് വളയുന്നത് പോലെ രാത്രി 9:30 മണിക്ക് കൊച്ചിയിൽ നിന്നെത്തിയ ഒരു പോലീസ് സംഘം അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്ത് ഐഫോണുമായി കടന്നു പോകുന്നു. അപ്പോഴും കുലുക്കമില്ലാതെ കല്ലുപോലെ അദ്ദേഹം തൻ്റെ വീട്ടിലിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു. KM ഷാജഹാൻ അവിടെ യാതൊരുവിധ പതർച്ചയില്ല, ഒരു കുലുക്കവുമില്ല. ആദ്യ ദിനം ഈ പോലീസ് സംഘം പടങ്ങുമ്പോൾ ഷാജഹാൻ ഒരു നോട്ടീസ് കൊടുത്തിരുന്നു, മൊഴിയെടുക്കാനായി കൊച്ചിയിലേക്ക് വരണമെന്ന്. ആ നോട്ടീസിന് KM ഷാജഹാൻ ഒരു മറുപടി കൊടുത്തു. കൊച്ചിയിലേക്ക് വന്നാൽ എനിക്ക് ചില സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. കാരണം ചുറ്റും പോർ വിളിക്കുന്ന CPM പ്രവർത്തകരെയാണ് നമുക്കും കാണാൻ കഴിയുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇവനെ പുറത്ത് കണ്ടാൽ ചെരുപ്പുമാലയിട്ട് സ്വീകരിക്കണമെന്നൊക്കെ ആക്രോശങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായി ഷാജഹാൻ്റെ ഭയം ഉണ്ടാകും. പ്രത്യേകിച്ച് ഇത് എറണാകുളമാണ്. ഒക്കറൻസ്, ഈ പറയുന്ന കഥയുടെ പ്ലേസ് ഓഫ് ഒക്കറൻസും കൊച്ചി തന്നെയാണ്. അപ്പോൾ ആലുവയിലേക്ക് ചെന്നിറങ്ങുന്ന KM ഷാജഹാനെ സംബന്ധിച്ച് തൻ്റെ സുരക്ഷാ പ്രശ്നം അദ്ദേഹത്തിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ അതിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ അവിടെ പോലീസ് അദ്ദേഹത്തോട് സഹകരിച്ചു. പോലീസ് പറഞ്ഞ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുക, ഞങ്ങൾ KM ഷാജഹാൻ്റെ പരിപൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന്. അത് പോലീസ് അക്ഷരം പ്രതി പാലിച്ചു.
പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് മൊഴിയെടുക്കാനായി കൊച്ചിയിലേക്ക് ആലുവയിൽ ചെന്നിറങ്ങിയ KM ഷാജഹാനെ ആലുവ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ വന്ന് വളരെ ഭദ്രമായി കൂട്ടിക്കൊണ്ടുപോയി. അവർ വിശദമായി മൊഴി രേഖപ്പെടുത്തി. അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, ഈ വീഡിയോയിൽ ഷാജഹാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ KM ഷാജഹാനെ തിരിച്ച് ആലുവയിൽ ഇറക്കി വിടുന്നു. അല്ലെങ്കിൽ അവർക്ക് അവിടെ വെച്ച് കസ്റ്റഡിയിലെടുക്കാം, അറസ്റ്റ് ചെയ്യാം. ഷാജഹാൻ വീരോചിതമായി തിരുവനന്തപുരത്തേക്ക് വരുന്നു. ഈ വരവ് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടങ്ങ് ആഘോഷിച്ചു. KM ഷാജഹാൻ നമ്മളെപ്പോലുള്ളവർ പോലും പറഞ്ഞു ഇരട്ടച്ചങ്കനാണ്. പോലീസ് സ്റ്റേഷനിൽ പോയി യാതൊരുവിധ ഭയവുമില്ലാതെ കൃത്യം മൊഴി കൊടുത്ത് KM ഷാജഹാൻ മടങ്ങുന്നു. അപ്പോൾ ഭയത്തിൻ്റെ ഒരു കണിക പോലും അദ്ദേഹത്തിൻ്റെ മുഖത്തില്ല. അതുതന്നെയാണ് അദ്ദേഹത്തെ ആ പോയിന്റിൽ വ്യത്യസ്തനാക്കിയത്. ഇത് ഇടതുപക്ഷ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. KM ഷാജഹാൻ എന്ന അവർ വളരെ കാലമായി പതിയിരുന്ന് വീഴ്ത്താൻ ശ്രമിക്കുന്ന വമ്പൻ ആലുവ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടും അവിടെ ഇട്ട് വീഴ്ത്താൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ ഒരു ജാള്യത, അത് നിസ്സാരമല്ല, വലിയ ഒരു ജാള്യതയാണ് അവർക്ക് സംഭവിച്ചത്. ഷാജഹാൻ തിരികെ തിരുവനന്തപുരത്തെത്തുന്നു, അജയ്യനായി ഇവിടെ ഇരിക്കുന്നു. വീണ്ടും ഷാജഹാൻ ഏതെങ്കിലും ഒരു വീഡിയോയിലൂടെ പിണറായി വിജയനെ ആക്രമിക്കുമോ, ഇടതുപക്ഷ ജീർണത തുറന്നു കാട്ടുമോ, എന്തെങ്കിലും പുതിയ പാർട്ടി വിവരങ്ങൾ പുറത്തുവിടുമോ എന്ന ഭയം അവരെ വല്ലാതെ പിടികൂടി. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ കാണുന്ന ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. പെട്ടെന്ന് തന്നെ ഈ പരാതിക്കാരി വീണ്ടും ഒരു പരാതി നൽകുന്നു. എന്താണ് പരാതിയുടെ അടിസ്ഥാനം? ആദ്യ 2 വീഡിയോകൾക്ക് ശേഷം ഷാജഹാൻ്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ ഈ പരാതിക്കാരി വിശാലമായ ഒരു മാധ്യമ സമ്മേളനം നടത്തി. ആ മാധ്യമ സമ്മേളനത്തിൽ സ്വന്തം നഗ്നത മറയ്ക്കാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിക്കുന്നവരെക്കുറിച്ചൊക്കെ വളരെ മ്ലേച്ഛമായി ചില പ്രയോഗങ്ങൾ നടത്തി. വളരെ ശക്തമായ പ്രതികരണങ്ങളാണ് നമ്മൾ അവരുടെ ആ പത്രസമ്മേളനത്തിൽ കണ്ടത്. അപ്പോൾ KM ഷാജഹാനെ കടന്ന് ആക്രമിക്കുകയാണ്. പക്ഷെ മറുവശത്ത് ഷാജഹാൻ തൻ്റെ ബോധ്യങ്ങളിൽ നിലപാട് തറയിൽ ഉറച്ചു നിൽക്കുന്നു. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ബോധ്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിനൊരു മറുപടി കൊടുക്കണമെങ്കിൽ പത്രക്കാരുടെ മുന്നിൽ പോയി പറയുകയല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഒരു വീഡിയോയിലൂടെ തനിക്ക് പറയാനുള്ള മറുപടി കൊടുത്തു. ആ വീഡിയോയുടെ ടൈറ്റിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഉമ്മൻചാണ്ടിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. 2 ഭാഗങ്ങളായുള്ളൊരു വീഡിയോ. ആദ്യ ഭാഗത്തിൽ KM ഷാജഹാൻ വളരെ വിശദമായി തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന പരാതിയുടെ പൊള്ളത്തരങ്ങളെ പൊളിച്ചടുക്കുകയാണ് ചെയ്തത്. ഞാൻ ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് തനിക്കെതിരെ ഇത്തരമൊരു പരാതി വന്നത്, എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ, അതിൽ അദ്ദേഹം ഊന്നി പറയുന്ന ഒരു വസ്തുതയുണ്ട്. തനിക്ക് CPM കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ വിവരം കിട്ടിയത് എന്ന് ഷാജഹാൻ വളരെ ശക്തമായി പറയുന്നു. ഇത് CPM കേന്ദ്രങ്ങളെ ഭയപ്പെടുത്തി. കാരണം മറ്റെന്തെങ്കിലും വിവരങ്ങൾ കൂടി CPM കേന്ദ്രങ്ങൾ ഷാജഹാന് കൈമാറിയോ? ഇത് പരവൂരിലെ ഒരു അപവാദ കഥയാണ്. ഇത്തരം അപവാദ കഥകൾ നിരവധിയുണ്ട് എന്ന് ഷാജഹാൻ തൻ്റെ വീഡിയോയിൽ പറയുന്നു. അക്കമിട്ട് അദ്ദേഹം ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. പിന്നീട് തൻ്റെ പോരാട്ട ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. VS അച്യുതാനന്ദൻ്റെ കാലത്ത് തുടങ്ങിയ തൻ്റെ പോരാട്ടം അത് സ്ത്രീപക്ഷ പോരാട്ടമായിരുന്നു. നിരവധി പെൺവേട്ടകൾക്കെതിരെ കിളിരൂർ, കവിയൂർ, അദ്ദേഹം പറയുന്നുണ്ട് ഐസ്ക്രീം, അതിൽ രാഷ്ട്രീയമില്ല. ഇടത് വലത് മുന്നണികളിലെ ഏറ്റവും മുഖ്യധാര നേതാക്കന്മാരുടെ ഇടപെടലുകൾ കൊണ്ടുണ്ടായ പെൺവേട്ടയുടെ നിരന്തര പോരാട്ടങ്ങളുടെ കഥയാണത് ആ വീഡിയോയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അത് ഇന്നും തുടരുന്നു ഞാൻ. അപ്പോൾ സ്ത്രീപക്ഷത്ത് നിന്ന് പോരാട്ടം നടത്തിയ എന്നെ ഇത്തരമൊരു കള്ളക്കഥയിലൂടെ വീഴ്ത്താൻ ശ്രമിക്കുന്നുവെന്നാണ് ഈ വീഡിയോയിൽ ഷാജഹാൻ പറയാൻ ശ്രമിച്ചത്. ഷാജഹാൻ്റെ മറുപടിയാണ്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു തെറ്റും കാണാൻ കഴിയുന്നില്ല. 2ാം ഭാഗത്ത് അവിടെ പരാതിക്കാരിയുടെ പേര് പറയുന്നു. ആദ്യ ഭാഗത്ത് പരാതിക്കാരിയുടെ പേരില്ല. പക്ഷെ പരാതിക്കാരിയുടെ പേര് പറഞ്ഞ് ഷാജഹാൻ ചോദിക്കുന്നുണ്ട്, ഓർമ്മയുണ്ടോ ഉമ്മൻചാണ്ടി എന്ന നേതാവിന് 2014 മുതൽ 2016 വരെ നിങ്ങൾ യാതൊരു അടിസ്ഥാനവുമില്ലാതെ വളഞ്ഞിട്ട് ആക്രമിച്ച് വീഴ്ത്തി, ഒരു സോളാർ നായികയുടെ പേരിൽ ഒരു ലൈംഗിക അപവാദ കേസ് പറഞ്ഞു പരത്തി, ലൈംഗിക പീഡനം നടത്തിയതിൻ്റെ വിശദാംശങ്ങൾ പോലും മാധ്യമങ്ങളിലിട്ട് അലക്കി ആരോപണങ്ങൾ ഉയർത്ത് ഒരു നേതാവിനെ തകർത്ത് കൊന്നത് ഓർമ്മയുണ്ടോ എന്നാണ് ഷാജഹാൻ ചോദിക്കുന്നത്. ഒടുവിൽ ക്യാൻസർ ബാധിച്ച് വളരെ പെട്ടെന്ന് മരിക്കേണ്ടി വന്ന ഉമ്മൻചാണ്ടിയുടെ ജീവിതം അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് പോലും കണ്ണീര് തൂകിപ്പോൾ അത്ര ശക്തമായ ഭാഷയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. ആ ചോദ്യം എവിടെയും ചെന്ന് കൊള്ളും. ഇത്തരം അപവാദ കഥകൾ പ്രചരിപ്പിച്ച ഒരു പാർട്ടിക്ക് എന്ത് ധാർമ്മിക അവകാശം എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത്. മറുവശത്ത് അദ്ദേഹത്തിൻ്റെ ചില ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് ശരിക്കും നമ്മളെ ഭയപ്പെടുത്തി കളയും. ഒന്ന്, നിങ്ങൾ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ ഓർത്തില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഓർത്തില്ല, അദ്ദേഹത്തിൻ്റെ മക്കളെ ഓർത്തില്ല, ആ കുടുംബം തകർന്നു പോയില്ല എന്നുള്ളൊരു ചോദ്യം. കാരണം ഇത് അദ്ദേഹം പറയുന്നത് മറ്റൊരു
വസ്തുതയുമായി ചേർത്ത് വെച്ചിട്ടാണ്. ഇവിടെ പരാതിക്കാരി KM ഷാജഹാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവിടെ ഒരു കുടുംബം, ഒരു ഭർത്താവ്, മക്കൾ, എന്തുകൊണ്ട് നിങ്ങളിത് കരുതിയില്ല എന്നുള്ളൊരു ചോദ്യം. അതിന് മറുപടിയാണ്. അപ്പോൾ വാസ്തവം ഇതായിരിക്കെ ഷാജഹാനെതിരെ കിട്ടിയ കൃത്യമായൊരു ആയുധമായി രണ്ടാമത്തേത്. കാരണം ആദ്യം ഒരു അധിക്ഷേപ പരാമർശത്തിൻ്റെ പേരിൽ ഒരാൾക്കെതിരെ കേസെടുക്കുന്നു. ആ കേസിൻ്റെ പേരിൽ FIR ഇടപെടുന്നു, ചോദ്യം ചെയ്യപ്പെടുന്നു, മൊഴി രേഖപ്പെടുത്തി വിട്ടയക്കുന്നു. പക്ഷേ രണ്ടാമതൊരു വീഡിയോ കൂടി വീണ്ടും ആളുടെ പേര് പറഞ്ഞ് ഷാജഹാൻ കൊടുത്തിരിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു ക്ലിക്ക്. അത് വളരെ ബുദ്ധിപൂർവ്വം മാനിപ്പുലേറ്റഡായി ഈ ഭരണകൂടവും പോലീസും പരാതിക്കാരിയും പാർട്ടിയും ഒക്കെ ചേർന്ന് ഉപയോഗപ്പെടുത്തുന്നു. പെട്ടെന്ന് പരാതി പൊന്തി വരുന്നു, FIR മണിക്കൂറുകൾക്കുള്ളിലിടുന്നു. ഒരു ക്രിമിനലിനെ പിടിച്ചുകെട്ടി കൊണ്ടുപോകുന്ന പോലെ കൊച്ചിയിൽ നിന്ന് പോലീസ് സംഘം തിരുവനന്തപുരത്ത് ഉള്ളൂരിലെ ഷാജഹാൻ്റെ വീട് വളയുന്നു. KM ഷാജഹാനെ പോലീസ് വാഹനത്തിലേക്ക് അയറ്റുന്നു. പക്ഷെ അവിടെ ഒന്നും അദ്ദേഹം ഭയപ്പെടുന്നില്ല. എനിക്ക് അവിടെയും സംശയമുള്ളത്, ഇപ്പം രണ്ടാമത്തെ വീഡിയോയിലാണ് അദ്ദേഹം ഈ പരാതിക്കാരിയുടെ പേര് പരാമർശിക്കുന്നത്. കാരണം പരാതി കൊടുത്തതിന് ശേഷമാണല്ലോ, പിന്നെ അതൊരു വിഷയമായി വരുന്നില്ല. ഇതിൽ അവർ പറഞ്ഞതിന് മറുപടിയായിട്ടുള്ള ഇതാണ്. ഒരു പക്ഷേ ഇത്തരത്തിൽ ആദ്യത്തെ വീഡിയോയിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശം KM ഷാജഹാൻ നടത്തുന്നു, അതിനെതിരെ ഈ പരാതിക്കാരി കൊടുക്കുന്നു. വീണ്ടും ഒരു വാർത്താ സമ്മേളനം നടത്തി KM ഷാജഹാനെ ഇത്രത്തോളം വിമർശിച്ച ശരിക്കും KM ഷാജഹാനല്ലേ പരാതി കൊടുക്കേണ്ടത്? അല്ല, ഇതില് വലിയ ഈ പറഞ്ഞത് ഒരു വലിയ പോയിന്റ്. സ്ത്രീപക്ഷം നിൽക്കുമ്പോൾ ഒരു പുരുഷപക്ഷവും കൂടെ വേണമല്ലോ. അല്ല, ഇതിൻ്റെ അകത്തൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഒന്ന്, ഷാജഹാൻ താൻ ചെയ്ത ആദ്യ വീഡിയോയിൽ അവരുടെ പേര് പരാമർശിക്കുന്നില്ല എന്ന ഒരു ഉറച്ച ധാർമ്മിക ബോധമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം രണ്ടാമത്തെ വീഡിയോ ചെയ്തത്. ഈ ധാർമ്മിക ബോധ്യം അദ്ദേഹത്തിനില്ല എന്ന് കരുതട്ടെ. അതല്ലായിരുന്നു യാഥാർത്ഥ്യമെങ്കിൽ അദ്ദേഹം മറ്റ് കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞാണ് ആദ്യ വീഡിയോ അവതരിപ്പിച്ചത് എങ്കിൽ തീർച്ചയായിട്ടും അവരെ വീണ്ടും വെല്ലുവിളിക്കുന്നതിന് തുല്യമാകുമായിരുന്നു രണ്ടാമത്തെ വീഡിയോ. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ പേര് പറയാത്തത് കൊണ്ട് അദ്ദേഹത്തെ ഒരു കള്ളക്കേസിൽ കുടുക്കിയെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമുള്ളത് കൊണ്ട് രണ്ടാമത് അദ്ദേഹം നൽകുന്ന വിശദീകരണത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാടുണ്ട്, ബോധ്യമുണ്ട്. അതിൽ നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. പിന്നെ അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഒരിക്കലും ജാമ്യം കൊടുക്കാൻ കഴിയാത്ത കടുത്ത വകുപ്പുകളാണ്. ഇത്രയധികം വകുപ്പുകൾ ചുമത്താൻ ഇതിലുണ്ടോ? 67A എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിൽ ഈ അശ്ലീല പ്രചരണങ്ങൾ അല്ലെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഞാനും അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടു. അതിലൊരു അശ്ലീലവും എനിക്ക് അദ്ദേഹം അവർ അല്ലെ മാന്യമായിട്ട് ഉള്ള രീതി, വനിത എന്നൊക്കെയുള്ള രീതി, CPM നേതാവ് എന്നൊക്കെ ഉള്ള ഭാഷയെ ഉപയോഗിച്ചിട്ടുള്ളൂ. വളരെ മാന്യമായിട്ടുള്ള ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എവിടെയാണ് അശ്ലീലം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഈ പറഞ്ഞ വീഡിയോ ഒന്നും പുറത്തു വിട്ടിട്ടില്ലല്ലോ, അതും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ഇതൊരു ഞാൻ പൂർണ്ണമായും ഇതൊരു അപവാദ ഇനി കാണാത്തത് വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ്. അല്ല, എന്നെ സംബന്ധിച്ച് ഇത് വെറും ഒരു അപവാദ കഥ മാത്രമാണ്. ഇദ്ദേഹത്തിന് കിട്ടിയത് മറ്റൊരു പോസ്റ്റ്. പക്ഷെ ഇവിടെ ശിക്ഷിക്കപ്പെടേണ്ടത് ഷാജഹാനല്ല. ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്കാണ്. ഈ കഥ ഷാജഹാൻ നൽകിയത് CPM കേന്ദ്രങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു പക്ഷേ തൻ്റെ ധാർമ്മികത വെച്ചായിരിക്കും, അല്ലെങ്കിൽ തന്നെ വിശ്വസിച്ച് ആരെങ്കിലും ഏൽപ്പിച്ചത് കൊണ്ടാവാം ഈ സോഴ്സ് വെളിപ്പെടുത്താത്തത്. പക്ഷേ പോലീസ് സംവിധാനം ശക്തമല്ലേ? ഈ സോഴ്സ്, ഈ കഥ എവിടെ നിന്ന് പൊട്ടി പുറപ്പെട്ടു എന്നുള്ളതിലേക്ക് കടക്കട്ടെ. അത് ഈ കഥയുടെ ഒരു വശം. നമുക്ക് ആ കഥയ്ക്ക് അപ്പുറത്ത് ചില യാഥാർത്ഥ്യങ്ങളുണ്ട്, പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ. ഈ നാട്ടുമ്പുറത്ത് ഫോറസ്റ്റിനോട് ചേർന്നൊക്കെ പണ്ട് പന്നി കുഴികളുണ്ടാകും. കരിയിലയൊക്കെ ഇട്ട് പന്നി വന്നാൽ തെറ്റിദ്ധരിക്കുന്ന വിധത്തിൽ പന്നി ചാടി കഴിയുമ്പോഴേ അറിയുള്ളൂ. ഇതുപോലെ ഇവിടെ ചതിക്കുഴികൾ ഒരുപാട് നമുക്ക് ചുറ്റും ഒരുക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭരണകൂട വിമർശകർക്കെതിരെ, പൊതുപ്രവർത്തകർക്കെതിരെ ഇത്തരം ചതിക്കുഴികളുണ്ട്. ഇപ്പോൾ അതുപോലെ വളരെ മനോഹരമായി ഇലയും ഇതൊക്കെ ചുരുളിയൊക്കെ ഇട്ട് ഒരുക്കിയ ഒരു പന്നിക്കുഴിയിൽ അല്ലെങ്കിൽ ഒരു ചതിക്കുഴിയിൽ ആ വാരിക്കുഴിയിലേക്ക് KM ഷാജഹാൻ വീഴ്ത്തപ്പെട്ടു. ഈ വാരിക്കുഴിയിൽ വീഴ്ത്തുന്ന പന്നിക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് കടിപിടി. ആ പന്നിയുടെ ഒരു പക്ഷേ അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ ആ ശരീരാവശിഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് കടിപിടി കൂടുന്നത് പോലെ വീഴ്ത്തപ്പെട്ട KM ഷാജഹാൻ്റെ ചോര കുടിക്കാനാണ് ഇപ്പോൾ ആളുകൾക്ക് തിരക്ക്. അത് ചില മാധ്യമപ്രവർത്തകർക്കുണ്ട്. അത് ഷാജഹാനിൽ നിന്ന് പൊള്ളലേറ്റ ചിലപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ടാവാം. അത് അതിന്റെ തലം വളരെ ഉയർന്ന തലത്തിലേക്ക് വരെ ഒരുപക്ഷെ മുഖ്യമന്ത്രിയിലേക്ക് വരെ. ഒരു മാധ്യമ പ്രവർത്തകൻ അതുകൂടി നമ്മൾ പറയണല്ലോ സർ, പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള 100 രൂപ കൊടുത്ത ഒരു യൂട്യൂബ് ചാനൽ എടുത്തിട്ട് എന്തുമാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ നിങ്ങൾ ഇത്രയും തരം താഴുത് എന്നൊക്കെ പറഞ്ഞു വലിയ രീതിയിലുള്ള. പക്ഷെ എനിക്കിത് തിരിച്ചു പറയാനുള്ള, ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ വരുമ്പോഴും ഈ മാധ്യമങ്ങൾ ഇത് തന്നെയല്ലേ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതേ പ്രശ്നം അതേ രീതിയിൽ തന്നെ മാധ്യമങ്ങൾ ഡിബേറ്റ് വയ്ക്കുന്നു, ചർച്ചകൾ വയ്ക്കുന്നു.
അദ്ദേഹം ഒരു പക്ഷെ ആ പേര് പോലും പരാമർശിക്കാതാണ് ഒരു വീഡിയോ. അല്ല, മാധ്യമ പ്രവർത്തനം ഇന്ന് ആരുടെയും കുത്തകയല്ല. മാധ്യമ പ്രവർത്തനം നടത്താൻ കോടാനുകോടി ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു ചാനൽ വേണമെന്നൊന്നും ഒരു നിഷ്കർഷയും ഇന്ന് ആർക്കും വെക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും മാധ്യമ പ്രവർത്തകരാണ്. എല്ലാവർക്കും അവരുടെ ആശയം അവതരിപ്പിക്കാനും ആശയം ഉറപ്പിക്കാനും ഡിബേറ്റ് നടത്താനും ഒക്കെയുള്ള അവകാശമുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് തന്നെയല്ലേ ഈ ചാനലുകളും അവരുടെ വീഡിയോകൾ സംപ്രേഷണം ചെയ്യുന്നത്. അതിനും അവർക്ക് മുടക്ക് വരുന്നതിൻ്റെ അത്രയും മുടക്ക് മാത്രമേ നമുക്കും വരുന്നുള്ളൂ. നമ്മുടെ അത്രയും മുടക്ക് മാത്രമേ അവർക്കും വരുന്നുള്ളൂ. ഇന്ന് നേരിട്ട് ചാനലുകൾ ടെലിവിഷന് മുന്നിൽ പോയിരുന്ന് കാണുന്നവർ വളരെ ചുരുക്കമാണ്. മിക്കവരും തങ്ങളുടെ ഡിജിറ്റൽ ഫോണുകളിൽ ഡിജിറ്റൽ മീഡിയയിലേക്കാണ്. അപ്പോൾ യൂട്യൂബിൻ്റെ സാധ്യതകൾ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ സാധ്യതകൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒട്ടനവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്, അതിൻ്റെയൊക്കെ സാധ്യതകളാണ് ഈ മുഖ്യധാര ചാനലുകൾ പോലും ഉപയോഗപ്പെടുത്തുന്നത്. ലോക്കൽ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കാൻ ടെലിവിഷൻ ഉപയോഗിക്കാം, മറിച്ച് യൂട്യൂബിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. ഞാനത് പറഞ്ഞു വന്നത്, ആ മാധ്യമ പ്രവർത്തനം വലിയ ചാനലിൽ ഇരുന്ന് ഘോരഘോരമായിട്ട് പറഞ്ഞപ്പോൾ ധാർമ്മികത അവർക്കും ഇല്ലല്ലോ എന്നുള്ളത് അതിന്റെ കമന്റുകൾ ഞാൻ പറഞ്ഞല്ല സർ, അതിന്റെ കമന്റുകൾ അങ്ങനെ അത്തരത്തിലാണ് ഞാനും കണ്ടത്. അവരൊക്കെ കാരണം ഇതിലൊരൊറ്റ കാരണമേ ഉള്ളൂ. KM ഷാജഹാന്റെ ശത്രുക്കൾക്ക് ഇതൊരു ആഘോഷമാണ്. അവർക്ക് ഒരു യൂട്യൂബർ ഷാജഹാനാണ്. അതിലപ്പുറം VS അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടം, അദ്ദേഹം ദേശാഭിമാനിയുമായി സീഡിറ്റുമായും ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടം, CPMൻ്റെ തന്നെ ബൗദ്ധിക കേന്ദ്രങ്ങളുടെ ഒരു തലച്ചോറായി നിലകൊണ്ടിരുന്ന കാലഘട്ടം, അതൊന്നും ഓർമ്മിച്ചെടുക്കാൻ ഇഷ്ടമല്ല, അതൊന്നും ഒരു ഓർമ്മപ്പെടുത്തലുകളല്ല. പക്ഷേ അവിടെയൊക്കെ ഒരു തെറിച്ച സ്വഭാവം KM ഷാജഹാനുണ്ടായിരുന്നു. ഒരിക്കലും ഒരു സ്ട്രക്ചറിൽ അദ്ദേഹം ഒതുങ്ങി നിന്നിട്ടില്ല. ഒരു ചട്ടക്കൂടിൻ്റെ ഭാഗമായി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയാറില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ ചില പ്രത്യേകതകളുണ്ട്. അദ്ദേഹവുമായി ചേർന്ന് പോകാൻ അത്ര എളുപ്പമല്ല. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പൊട്ടിത്തെറികൾ, അദ്ദേഹത്തിൻ്റെ സ്വയം വിമർശനങ്ങൾ, അങ്ങനെ ഒരു പ്രഹേളികയാണ്. ഒരു വല്ലാത്ത ഒരു ജീവിതമാണ് KM ഷാജഹാൻ്റെ. അതിൻ്റെ തുടർ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. KM ഷാജഹാനെ സംബന്ധിച്ച് അദ്ദേഹം വേറൊരു CPMൻ്റെ വക്താവായിരുന്നു. പിന്നീട് CPMൽ നിന്ന് CPMൻ്റെ ജീർണതയ്ക്കെതിരെ പ്രതികരിച്ച് പുറത്തുപോയ ഒത്തിരി പേര് നമുക്കറിയാം. ഉമേഷ് ബാബുവിനെ പോലെയുള്ളവർ, ധാരാളം ആളുകൾ, ശക്തിധരനെ പോലെയുള്ള ആളുകൾ, അവരുടെയൊക്കെ ശ്രേണി നിരയിൽ അവർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു പഴയകാല കമ്മ്യൂണിസ്റ്റാണ്. ഇപ്പോഴത്തെ ആധുനികവൽക്കരിക്കപ്പെട്ട മോഡേണിസത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന കുത്തക കമ്മ്യൂണിസത്തിനെതിരെ ഇവരൊക്കെ എല്ലാ കാലത്തും ശബ്ദിക്കുന്നു. അവർക്ക് ഈ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ശൈലിയെ. പഴയകാല കമ്മ്യൂണിസ്റ്റുകൾ കുറേ പേർ നിഷ്ക്രിയരായിപ്പോയി, കുറേ പേർ നിശബ്ദരാക്കപ്പെട്ടു, കുറേ അധികം ആളുകൾ വന്ധ്യീകരിക്കപ്പെട്ടു. അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ചുരുക്കം ചില കഥാപാത്രങ്ങളിൽ ഒരാളാണ് KM ഷാജഹാൻ. ഇന്നലെ വരെ ഷാജഹാനെ വീഴ്ത്താൻ കഴിഞ്ഞില്ല. ഒരിക്കൽ മാത്രം ഒരു കള്ളക്കേസിൽ പിടിച്ച് അകത്തിട്ടു. ആ 8 ദിവസം ജയിലിലിട്ടതിൻ്റെ പേരിൽ ഇന്നും പിണറായിക്കെതിരെ പൊട്ടിത്തെറിക്കുന്ന ഷാജഹാനെയാണ് കാണുന്നത്. അപ്പോൾ ഷാജഹാനെ സംബന്ധിച്ച് ഈ നാക്ക് ഒരു എല്ലും ഇല്ലാത്തതുകൊണ്ട് എന്തും പറയും. അത് പിണറായിക്കെതിരെ പറയും, പാർട്ടിക്കെതിരെ പറയും, പാർട്ടി ജീർണതയ്ക്കെതിരെ പറയും, തന്നെ വിമർശിക്കുന്നവർക്കെതിരെ പറയും, മാധ്യമപ്രവർത്തകർക്കെതിരെ പറയും, പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പറയും, ന്യായാധിപന്മാർക്ക് നേരെയും പറയും. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഒളിച്ചിരിക്കുന്ന കുറേ ശത്രുക്കളുണ്ട്. അപ്പോൾ ഈ കേസ് യുക്തിഭദ്രമല്ല, ഇതൊരു കള്ളക്കേസാണ്, ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കാം. പക്ഷേ ഷാജഹാനെ വീഴ്ത്താനുള്ളൊരു അവസരമായത്. ഈ അവസരം അവർ ഭംഗിയായി ഫലപ്രദമായി ഉപയോഗിക്കുന്നു. പിന്നെ ഷാജഹാൻ്റെ ഒരു വലിയ കുഴപ്പമുണ്ട്. ഷാജഹാനെ സംബന്ധിച്ച് ഇത്രയധികം വളഞ്ഞിട്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴും സ്വയരക്ഷയ്ക്കായി ഒരു സംവിധാനം ഒരുക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കാറില്ല. പ്രത്യേകിച്ച് ഒരു അഭിഭാഷകൻ്റെ സഹായം അദ്ദേഹത്തിന് വേണ്ടി. ഇപ്പോൾ അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലാക്കി ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന രംഗങ്ങൾ, ഇവിടെയൊന്നും കൃത്യതയോടെ അദ്ദേഹത്തിനൊരു ഫയലിംഗ് സിസ്റ്റം ഇല്ല. അദ്ദേഹത്തിന് ഇതൊന്നും ഒരു പ്രശ്നമില്ല. പോലീസ് പിടിച്ചെങ്കിൽ പിടിക്കട്ടെ, പോലീസ് ചോദ്യം ചെയ്യുന്നെങ്കിൽ ചോദിക്കട്ടെ. ഇനി മജിസ്ട്രേറ്റിന് ഇനി മജിസ്ട്രേറ്റിനെ പിടിച്ച് അകത്ത് ഇടണോ, ആക്കട്ടെ. ഇങ്ങനൊരു മൈൻഡ് സെറ്റാണ് ഇദ്ദേഹത്തിന്. ഒരു രക്ഷ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ജയിലിൽ പിടിച്ചിട്ടാലോ, എന്നാൽ അതും കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ഇരട്ടി പറയും. അതൊന്നും നമുക്ക് ഷാജഹാനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ചിലരൊക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പലപ്പോഴും അദ്ദേഹത്തെ ഉപദേശിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത്ര തീവ്രമായി പോകണം. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ പോലും അദ്ദേഹത്തെ ഉപദേശിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ഇത്ര തീവ്രതയോടെ എന്തിനാണ് പറയുന്നതെന്ന്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി, അത് ആ പോരാട്ട വീര്യമാണ്. പഴയ VS അച്യുതാനന്ദൻ്റെ ഒരു ശൈലിയുണ്ടല്ലോ.
മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഒരു ടോപ്പ് ലെവലിലേക്കൊന്നും അദ്ദേഹത്തിന് പിന്നീട് എത്തപ്പെടാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഒരുപക്ഷെ CPM-ൻ്റെ ഭാഗമായി നിന്നിരുന്നുവെങ്കിൽ കേരളത്തിലൊരു മന്ത്രിസഭയിൽ പോലും എത്തപ്പെട്ടാണ്. പക്ഷെ അതിൻ്റെ ഒരു അച്ചടക്ക സ്വഭാവമില്ല. ഈ പൊട്ടിത്തെറിക്കുന്ന ആകെ അങ്ങനത്തെ ഒരു സ്വഭാവമായതുകൊണ്ട് തന്നെ ഈ ചട്ടക്കൂടിന് പുറത്താണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്ഥാനം. ഇപ്പോൾ CPM-നെതിരെ ഏറ്റവും ശക്തമായി, ഇടതുപക്ഷത്തിനെതിരെ ഏറ്റവും ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളുന്ന ഒരു കഥാപാത്രം അദ്ദേഹം. പക്ഷെ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കാൻ അവർക്കൊരു ചെറിയ പേടിയുണ്ട്. എപ്പോഴാണ് നമ്മുടെ നേർക്ക് എത്തിയെടുക്കുന്നതെന്ന് അറിയത്തില്ല. അതാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രശ്നം. കോൺഗ്രസ് പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ വലിച്ചു കീറിയിട്ട് ആക്രമിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് മടിച്ചു നിൽക്കുന്നത് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുക. കാരണം സതീശന് വലിയ പകയുണ്ട്. ഈ സതീശനെ ആക്രമിച്ചതിനൊരു കൈ കടക്കുമില്ല. അതാണ് പുള്ളിയുടെ കുഴപ്പം. ചെറിയ ഒരു മൈൽഡായിട്ടുള്ള വിമർശനം ഇവർക്കൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഇത് രൂക്ഷമായി പുള്ളിയുടെ KM ഷാജഹാൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സതീശൻ തിരുത്തണം. അതാണ് അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ്. അപ്പോൾ അത്ര ശക്തമായ വിമർശനങ്ങൾ തുടങ്ങും. മറുവശത്ത് അദ്ദേഹത്തിന് ഇനി ആരോടും ഒരു അവർ ചെയ്യുന്നത് ശരിയെന്ന് തോന്നിയാൽ പരിപൂർണ്ണ പിന്തുണയും കൊടുക്കും. രണ്ട് എക്സ്ട്രീമിൽ നിന്നേ കളിക്കുള്ളൂ. ഒരു മീഡിയം ലൈനില്ല. ബൈപ്പോളാർ എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും എന്നെ കാണുമ്പോൾ എന്നോട് പറയും, നിങ്ങളിങ്ങനെ മൈൽഡായിട്ടൊന്നും വീഡിയോ അവതരിപ്പിക്കുക, നല്ല ഷാർപ്പായിട്ട് അതിശക്തമായിട്ടൊക്കെ അവതരിപ്പിക്കും. ഞാൻ പറയുക, നമ്മൾ പത്രക്കാരുടെ സ്വഭാവം അതല്ലല്ലോ. നമ്മളൊരിക്കലും ഒരു പോരാട്ടത്തിന് വേണ്ടിയല്ല ഇത്തരമൊരു തൊഴിൽ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മളൊരു ജേർണലിസത്തിന് തൊഴിലായി കാണുമ്പോൾ റിപ്പോർട്ടിംഗ് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം. അല്ലാണ്ട് സമൂഹത്തെ തിരുത്താനോ വിധി എഴുതാനോ സമൂഹത്തിനെതിരെ പൊരുതാനോ നമുക്ക് എന്ത് ഉത്തരവാദിത്വം? നമുക്ക് നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സമൂഹത്തിൽ നമ്മൾ കാണുന്ന ജീർണത അതേപോലെ തന്നെ അവതരിപ്പിക്കുക. അതിന് നമുക്ക് റിപ്പോർട്ടിംഗ് ശൈലിയാണ് നല്ലത്. മറ്റുള്ളവരെ നമുക്ക് കോട്ട് ചെയ്യാം, നമ്മൾക്ക് 100% ബോധ്യമുള്ള കാര്യങ്ങൾ ഉറപ്പിച്ച് പറയാം. ഇതിലൊക്കെ അപ്പുറത്ത് നമ്മളെത്തിനാണ് ഇങ്ങനെ പോരാടാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കും. പിന്നീട് ഇതൊക്കെ ആദ്യം വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞ കാര്യം പിന്നീട് കാണുമ്പോൾ എന്നോട് പറയും, നിങ്ങളുടെ ബോധ്യം നല്ലതാണ്, ഞാൻ പലരുമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശൈലി തന്നെയാണ് നല്ലത്. ആളുകൾ എന്നെയൊക്കെ തിരുത്താൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ ഞാൻ തിരുത്താൻ തയ്യാറല്ല. അതാണ് KM ഷാജഹാൻ്റെ ഒരു സ്റ്റേച്ചർ. അദ്ദേഹത്തിൻ്റെ ഉറ്റബന്ധുവാണ് പഴയ VC ഇക്ബാൽ, ഇടതുപക്ഷത്തിൻ്റെ മുഖ്യ നേതാവ്. എത്ര ഇടതുപക്ഷ നേതാക്കളുള്ള ഒരു വീട്ടിൽ നിന്നാണ്. മതമൊന്നും അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മതമല്ല മാതാവിൻ്റെ മതം, അദ്ദേഹത്തിൻ്റെ മതമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മതം. മക്കളെയൊക്കെ വേറിട്ട രീതിയിലാണ് അദ്ദേഹം വളർത്തുന്നത്. അപ്പോൾ മതത്തിനും ചിന്തകൾക്കും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായി തൻ്റെതായ ഒരു മാനുഷിക മൂല്യത്തിന് മാത്രം. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സന്തത സഹചാരിയായിട്ട് നടന്നിട്ടുള്ള VS-ന്റെ ആയിരിക്കും അദ്ദേഹം ഏറ്റവും കൂടുതൽ. കാരണം ആ ഒരു VS-ന്റെ ഒരു ഇൻസ്പിറേഷൻ അല്ലെ, VS-ഉമായിട്ടുള്ള ഒരു ബന്ധം വല്ലാണ്ട് ദൃഢമായി. പിണറായി വിജയനെ അന്ന് വളരെയധികം VS വേട്ടയാടുമ്പോൾ അതിൻ്റെ ഒരു വലിയ ബുദ്ധി കേന്ദ്രമായി നിന്നത് ഈ KM ഷാജഹാനെ പോലുള്ള. മറ്റുള്ളവരൊക്കെ പിന്നീട് അങ്ങ് വഴിപിരിഞ്ഞു പോയി. ഇപ്പോൾ നമ്മളെന്നാ മൂന്നാർ ടീമിലുണ്ടായിരുന്ന IAS-കാരനെയും പോലീസ് ഓഫീസറൊക്കെ നമുക്കറിയാം. പിന്നീട് ഇപ്പോൾ ഒരു കാലത്ത് ഒരുപക്ഷെ ശക്തിധരനെ പോലുള്ളവർ അവരൊക്കെ മാറി. പിന്നെ നമ്മുടെ ചാനൽ ചർച്ചകളിൽ വരാറുള്ള മറ്റൊരു ജോസഫ് സി മാത്യു, ഇവരൊക്കെ അങ്ങ് ഉൾവലിഞ്ഞു. പക്ഷേ ഷാജഹാന് ഇപ്പോഴും ഈ രാഷ്ട്രീയം ബ്ലഡിലുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയത്തിലൊന്ന് പയറ്റാൻ തൻ്റെ ജീവിതത്തിൽ ഇത്തിരി സമയം കൂടി ബാക്കിയുണ്ടെന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ട്. കാരണം ഈ കമ്മ്യൂണിസത്തിനൊരു തിരുത്തൽ വരുത്തണം, അതിന് എന്നെക്കൊണ്ട് കഴിയുമെന്നൊക്കെയുള്ള ചില ബോധ്യങ്ങളാണ് അദ്ദേഹത്തെ അത്തരം പ്രസ്താവനകളിലേക്കും അത്തരം യുദ്ധങ്ങളിലേക്കും അത്തരം പോരാട്ടങ്ങളിലേക്കും ഒക്കെ നയിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ബോധ്യമാണ്, അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. അതാണ് മറ്റുള്ളവർക്ക് ഇത്ര പക തോന്നാനുള്ള കാരണം പണ്ട് അച്യുതാനന്ദനൊപ്പം നിന്ന് തന്നെ വാരിക്കുഴി എന്ന് പറയത്തില്ല, അത് തനിക്കെതിരെ നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്ത് വീഴ്ത്താൻ ശ്രമിച്ച പക ഇപ്പോഴും പിണറായിയുടെ മനസ്സിലില്ലാതിരിക്കില്ല. കാരണം ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു യുദ്ധമല്ല. ലാവ്ലിൻ കേസിൻ്റെ കാര്യത്തിൽ പിണറായി വിജയൻ്റെ പാർട്ടി പിടിച്ചടക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ അന്ന് അച്യുതാനന്ദനൊപ്പം നിന്ന് തന്ത്രം മെനഞ്ഞ് അതിശക്തമായി പോരാട്ടം നടത്തിയ ആളാണ്. അന്ന് പിണറായി വിജയൻ ഗ്രൂപ്പാണ് KM ഷാജഹാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. അന്നെന്താ വാർത്താ മാധ്യമങ്ങൾക്ക് പാർട്ടി രഹസ്യം ചോർത്തി കൊടുത്തു എന്ന പേരിലാണ് VS-നെതിരെ എടുക്കേണ്ട നടപടിയാണ് KM ഷാജഹാനെതിരെ എടുത്തത്. പക്ഷെ പുറത്തുപോയ ഷാജഹാൻ വീണ്ടും ഭയങ്കര അപകടകാരിയായിട്ട് നിന്നു. അതുതന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പരാതിക്കാരി അല്ലെങ്കിൽ പരാതിക്കാരൻ ഇവരൊക്കെ ചില ഉപകരണങ്ങൾ മാത്രമാണ്. ഇത് പാർട്ടിയുടെ ഒരു ആത്യന്തിക പോരാട്ടമാണ് ഈ KM ഷാജഹാനെ വീഴ്ത്താനുള്ള. എൻ്റെ ഭയം KM ഷാജഹാന് ഈ ഒരു പോരാട്ടത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ്. കാരണം അദ്ദേഹത്തെ
ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നു, വീണ്ടും കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇക്കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ പാർട്ടി പ്രവർത്തകർ അവിടെ ആക്രോശം മുഴക്കുന്നത്, തെറി വിളിക്കുന്നത് നമ്മൾ കേട്ടു. ഏതെങ്കിലും തലത്തിൽ അദ്ദേഹത്തെ അപായപ്പെടുത്താനുള്ളൊരു ശ്രമമുണ്ടാകും. കാരണം നിയമവഴിയിൽ അദ്ദേഹത്തെ കുരുക്കിയിടാൻ ദീർഘകാലം കഴിയത്തില്ല. നിയമവഴിയിൽ കുരുക്കാൻ ശ്രമിച്ച് പുറത്ത് ഷാജഹാൻ വന്നാൽ ഈ മുറിവേറ്റ ഒരു മൂർഖനായിരിക്കും, പിന്നീട് തലങ്കും വിലങ്കും കൊത്തും. അല്ല, ഇതിപ്പോ ഇന്ന് തന്നെ ഷാജഹാൻ മാധ്യമങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ തിരികെ വരട്ടെ, ഈ പിണറായിയെ പറ്റി കുറച്ചുകൂടെ പറയാനുണ്ട്. എന്താ ഈ പിണറായിക്കെതിരെയുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഈ ശക്തിധരൻ പഴയ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും പല രഹസ്യങ്ങളും അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ഒരു സർക്കിളിലുണ്ട്. ഇദ്ദേഹത്തിന്റെ ആ പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഒരു വലിയ സർക്കിളുണ്ട്. പിന്നെ ഇപ്പോൾ CPM-ന്റെ ഏറ്റവും ഉന്നതങ്ങളിലുള്ള അസംതൃപ്തരായ വലിയൊരു വിഭാഗം നേതാക്കളുണ്ട്. അവർ പല ഷൈൻ ടീച്ചറിന്റെ എന്തായിരിക്കും ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ? അല്ല, അവരുടെ റോള് കഴിഞ്ഞു. നമുക്ക് ഇനി നോക്കാനുള്ളൂ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലും ക്രൈംബ്രാഞ്ച്, അതായത് പിണറായി സർക്കാർ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് പോകുന്നു, ഏറ്റെടുക്കുന്നു. ഇപ്പോൾ KM ഷാജഹാന്റെ വിഷയം വന്നപ്പോഴും ഈ പറഞ്ഞതുപോലെ എവിടെ നിന്നോ ഒരു ഇത് വരുന്നു, ഏറ്റെടുക്കുന്നു. ഇത്തരത്തിൽ ചില അതായത് പിണറായി സർക്കാർ തന്നെ പോലീസുകാരെ കൊണ്ട് ഇത്തരത്തിൽ കേസ് എടുപ്പിക്കുന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു ചരിത്രം ഇത് ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും. ഇത്തരത്തിൽ കേസ് എടുപ്പിക്കുക, എടുക്കട്ടെ, ഇതൊക്കെ ജനം കാണുന്നുണ്ട്. അല്ല, ഇത്തരത്തിൽ കേസ് എടുപ്പിക്കുന്നതായിരുന്നു. കാരണം ഇതിപ്പോൾ ഷാജഹാൻ അല്ല ഇത്തരത്തിൽ പ്രചരിപ്പിച്ചത്. ആദ്യം അദ്ദേഹത്തിന് കിട്ടിയ ഒരു പോസ്റ്റ് അദ്ദേഹം അത് വിവർത്തനം ചെയ്തു എന്നല്ലാതെ ഇത് എവിടെ നിന്നുള്ള ഇതിന്റെ റൂട്ട് ഇപ്പോഴും കണ്ടെത്താൻ അവർ ശ്രമിക്കാത്തത് തന്നെയല്ലേ അവരുടെ ഒരു പതനത്തിന്റെ തുടക്കം തന്നെയല്ലേ അത്. ഇത് ജനം കാണുന്നില്ല. ഇത് CPM കേന്ദ്രത്തിൽ നിന്നാണ് ഗോപാലകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. ഇത് എനിക്ക് കിട്ടിയത് CPM-ന്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നാണ് എന്നുള്ളത് പറയുമ്പോൾ എന്തുകൊണ്ട് അവിടേക്ക് ഇവർ ഒരു അല്ല, ഇത് പതനത്തിന്റെ പ്രശ്നമല്ല. CPM-ന് പ്രത്യേകിച്ച് ഇതുകൊണ്ട് പതനോ ഉയർച്ചയോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇങ്ങനെ പ്രചരിച്ച ഒരു കഥ അത് കുഴിച്ചു മൂടാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു കഥ മാത്രമല്ലല്ലോ, രാഹുലിനെതിരെ, ഷാഫിക്കെതിരെ ഇത്തരത്തിൽ ഇവർ പടച്ചുവിടുന്ന പല കാര്യങ്ങളും. ഭരണകൂടം നിയന്ത്രിക്കുന്നത് CPM-ഉം ഇടതുപക്ഷവുമല്ലേ, അല്ലെങ്കിൽ ആർജവുമുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടാവണം. ഇപ്പോൾ ഈ KM ഷാജഹാനെ വേട്ടയാടുന്നു, അവിടെ വ്യക്തിവിരോധങ്ങൾ മാറ്റിവെച്ചിട്ട് പ്രതിപക്ഷം അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പിന്തുണ നൽകണം, ഒപ്പം നിൽക്കണം. രാഹുലിന്റെ കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട്. അല്ലെ, VD സതീശൻ കൃത്യമായി പറഞ്ഞിരുന്നുണ്ടല്ലോ, ഈ ഒരു കഥ പടച്ചുവിട്ടത് കോൺഗ്രസ് അല്ല എന്ന്. പക്ഷെ അവർ ഇപ്പോൾ എവിടെ പോയി? കോൺഗ്രസിലെ ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്നാണല്ലോ KM ഷാജഹാൻ. ഗോപാലകൃഷ്ണൻ ഉള്ള പോസ്റ്റാണ് KM ഷാജഹാൻ. VD സതീശന് ബോധ്യമുണ്ടെങ്കിൽ KM ഷാജഹാൻ എന്ന പൊതുപ്രവർത്തകനെ ഇന്നലെ വളഞ്ഞിട്ട് കേരള പോലീസ് പിടിച്ചുകൊണ്ട് എറണാകുളത്ത് കൊണ്ടുപോയി ആ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയപ്പോൾ എവിടെ പോയി ആ ധാർമ്മികത, ആ ബോധ്യം? അപ്പോൾ ഇതൊക്കെ ഓരോ സമയാസമയങ്ങളിൽ ഓരോന്ന് തട്ടിവിടുന്നതിൽ അർത്ഥമില്ല. BJP-യെ പോലും നിശ്ചിതമായി വിമർശിക്കുന്ന വ്യക്തിയാണ് KM ഷാജഹാൻ. അതുകൊണ്ട് BJP-ക്കാർ ഇറങ്ങില്ല. കോൺഗ്രസ് പാർട്ടിയിലെ ചില നേതാക്കളെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ കോൺഗ്രസിന് പിന്തുണ കിട്ടത്തില്ല. മാധ്യമപ്രവർത്തകരെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ അവരുടെ പിന്തുണയില്ല. അങ്ങനെ ആരുടെയും പിന്തുണയില്ലാതെ ഒരു പൊതുസമൂഹത്തിൽ എല്ലാവരോടും പകയോടെ ഒരാൾക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും? അവിടെയാണ് ഷാജഹാൻ വ്യത്യസ്തനാവുന്നത്. ഇവിടെ പ്രതിപക്ഷം കുറച്ചുകൂടി ആർജവം കാട്ടണം ഇത്തരം അവസരങ്ങളിൽ. കാരണം അല്ലെങ്കിൽ ഈ ഭരണകൂട വിമർശകരെ എല്ലാം അടിച്ചൊതുക്കാനുള്ള ശ്രമം തുടരും. ജനം ഇത് കാണുന്നുണ്ട്. ജനത്തിൻ്റെ മനസ്സിൽ ഒരുതരം പകയോടെ ഇതെല്ലാം അവർക്ക് നോക്കിക്കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ആ ഒരു വികാര പ്രകടനത്തിനുള്ള അവസരം, അതിനെ ഒന്ന് ഏകോപിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അതൊന്നും ഇവിടെ പ്രതിപക്ഷം ഏറ്റെടുക്കുന്നില്ല. പ്രതിപക്ഷം എപ്പോഴും ഒരു തണുത്ത മട്ടിൽ തന്നെ പോവുകയാണ്. ഒരുപക്ഷെ എന്ത് ചെയ്യണമെന്ന് പോലും പ്രതിപക്ഷത്തിന് അറിയാത്ത രീതിയിൽ. ഏതായാലും ഇപ്പോൾ മുറിവേറ്റ ഒരു മൂർഖനെ പോലെ തന്നെ ഷാജഹാൻ തിരിച്ചിറങ്ങുമ്പോൾ പല ചരിത്രങ്ങളും ചിലപ്പോൾ അഴിയാനും സാധ്യതയുണ്ട്. കാരണം പല കഥകളും അദ്ദേഹം ഉള്ളിൽ തികട്ടി വെച്ചിരിക്കുന്ന, പലതും പുറത്തോട്ട് വിടാത്തത്, ഇനി എന്നെങ്കിലും പുറത്തു വിടുമെന്ന് അദ്ദേഹം കരുതുന്ന, അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുൻപ് തന്നെ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. പല കഥകളും എനിക്കുണ്ട് പറയാൻ എന്ന് ഇന്ന് പോലും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു പക്ഷേ CPM-നെയൊക്കെ പ്രതിരോധത്തിലാക്കുന്ന, അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന എന്തെങ്കിലും കഥകളുണ്ടോ എന്നുള്ളതാണ് ഇനി ഒരു പക്ഷെ നമ്മൾ കാത്തിരിക്കേണ്ടത്. ഒരു പക്ഷേ പോലീസ് സ്റ്റേഷനിലൊക്കെ വളരെ കൂളായിട്ട് തന്നെ ഇന്ന് മാധ്യമങ്ങൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോഴും അദ്ദേഹം അത് ഈ പറയുന്ന ഒരു വാക്കുകൂടി ഞാൻ, ഈ മടിയിൽ ഖനമുള്ളവന് പേടിച്ചാൽ മതിയല്ലോ. പക്ഷെ നമുക്കൊരു വിഷമമുണ്ട്. KM ഷാജഹാനെ ഇങ്ങനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നു, അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുന്നു,
ഒരു വ്യക്തി അദ്ദേഹം തന്റെ നിലപാടുകൾ പ്രഖ്യാപിച്ചു എന്നതിന്റെ പേരിലല്ലേ ഇത്രയും അല്ല, തീർച്ചയായിട്ടും ഈ നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന നമ്മൾ മാധ്യമ പ്രവർത്തകരാണ്. നമ്മുടെ മറുനാടനെതിരെ ഇത്തരത്തിലുള്ള നിരവധി മാധ്യമ പ്രവർത്തകർ, യൂട്യൂബ് മാധ്യമ പ്രവർത്തകർക്കെതിരെ നിരവധി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേര് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ, എന്നാൽ വലിയ ഉന്നത നിലയിലുള്ള സാറ്റലൈറ്റ് മാധ്യമങ്ങൾക്ക് എന്തും പറയാം, സാധാരണ ജനങ്ങൾക്കോ ഈ പറയുന്ന ജനങ്ങൾ പോലും, ഇപ്പം ഞാനാണെങ്കിലും സാറിനാണെങ്കിലും നമുക്കൊക്കെ പേഴ്സണലി ഒരു പക്ഷേ ഫേസ്ബുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ പോലും എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മളും പേടിയോടെ ആണ് നമ്മളുടെ സ്വാതന്ത്ര്യം. ഇതിൻ്റെ അകത്ത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു കരുതൽ അത് നല്ലതാണ്. പക്ഷേ ഒരു ഭരണകൂട ഭീകരത ഉപയോഗിച്ച് ആശയാവിഷ്കരണം തടയുമ്പോൾ അത് നമ്മൾ കേന്ദ്ര സർക്കാരിനെതിരെ പലപ്പോഴും ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ വിമർശിക്കുന്നത്. എന്നാൽ അതേ ഇടതുപക്ഷം തന്നെയാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെ ഒരുപാട് കൊടി ഉയർത്തി. ഇവിടെ മറ്റൊരു പോയിന്റ് ആണ്, അത് അവിടെയാണ് അവർ കടന്ന് വളരെ ബുദ്ധിപരമായി പഠിച്ചിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളൊരു പോയിന്റ്. അതിന്റെ നെല്ലും പതിരും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയെല്ലാം കോടതി തീരുമാനിക്കും. അതെ, എന്തായാലും തിരിച്ചു വരുന്ന ഷാജഹാൻ ഏത് രീതിയിൽ വീണ്ടും പ്രതിരോധിക്കുമെന്നുള്ളത് അറിയില്ല. ഒട്ടും പിന്നോക്കം പോവാത്ത ഷാജഹാന്റെ നിലപാടിൽ തന്നെ, അത് ഇനി എത്ര പിണറായി സർക്കാർ കെട്ടിപ്പിടിച്ചാലും എത്ര പൂട്ടിയിട്ടാലും അത് വെറുതെയാണ്. ഷാജഹാൻ വീണ്ടും പുറത്തിറങ്ങും. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് വരെയൊക്കെ എന്തെങ്കിലും പിടിച്ചകത്തിടുമോ എന്നുള്ളത് കൂടിയുണ്ട്. ഏതായാലും തിരിച്ചു വരുന്ന ഷാജഹാൻ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.